ഹലോ, സ്കൂളൊക്കെ തുറക്കാൻ പോവുകയല്ലേ? നമുക്ക് നല്ലൊരു പ്രാർത്ഥനാ ഗാനം പഠിച്ചാലോ ഇന്ന്? പിന്നെ സ്കൂളിൽ മാത്രമല്ല കേട്ടോ, ഇതെല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് പാടാം. വലിയ ആൾക്കാർക്കും ചെറിയ കുട്ടികൾക്കും ഒക്കെ പാടാം കേട്ടോ. നല്ലൊരു പ്രാർത്ഥനാ ഗാനമാണ്. അപ്പോൾ ഇത് ഓരോ വരികളായിട്ട് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ശ്രുതി വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഏയിലാണ് കേട്ടോ. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ശ്രുതിയിൽ നിങ്ങൾക്കിത് പാടാം കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക്. ചൈതന്യമേ, നിത്യ ചൈതന്യമേ, കൈകൾ കൂപ്പുന്നു സമ്മോദ സന്നിധിയിൽ. മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക മനസായി നമിക്കുന്നു ജാതാന്തരം. ഇതാണ് അതിൻ്റെ പല്ലവി വരുന്നത്. അനുപല്ലവിയും കൂടി പാടിത്തരാം കേട്ടോ. ആദ്യം നമ്മൾ പല്ലവി എങ്ങനെയാന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് നോക്കിക്കേ. ചൈതന്യമേ എന്നാണ് വരുന്നത്. ചൈതന്യമേ അല്ലേ? നല്ല സുഖമുണ്ട് കേൾക്കാൻ. അപ്പം നന്നായിട്ടിത് പഠിക്കണം കേട്ടോ നിങ്ങൾ. ചൈതന്യമേ, നിത്യ ചൈതന്യമേ എന്നാണ്. രണ്ടാമത്തെ ചൈതന്യമേ എന്ന് എടുക്കുന്നത് ചൈതന്യമേ എന്നെടുക്കുന്നുണ്ട് അല്ലേ? ഫസ്റ്റത്തേത് എങ്ങനെയാണ്? ചൈതന്യമേ. രണ്ടാമത്തത് നിത്യ ചൈതന്യമേ. അത് ചൈതന്യമേ. ഓക്കെ, ഇനി അവിടെ ഒരു ചെറിയ സംഗതി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ പാട്ട് മുഴുവനായിട്ട് ഞാൻ അവസാനം ഒന്ന് പാടിത്തരാം കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് പാടിത്തരാം. ഇതിനകത്ത് ചെറിയ ചെറിയ സംഗതികളൊക്കെ ഉള്ളൂ. അതൊന്ന് പാടി ഒന്ന് ഭംഗിയാക്കിയാൽ മതി കേട്ടോ. അപ്പം നോക്കാം നമുക്ക് എങ്ങനെയാണ് പാടുക എന്നുള്ളത്. നോക്കിക്കേ ഒന്നുകൂടെ. ചൈതന്യമേ, നിത്യ ചൈതന്യമേ. അടുത്ത വരി നോക്കൂ. കൈകൾ കൂപ്പുന്നു, കൈകൾ കൂപ്പുന്നു എന്നാണ്. കൈകൾ കൂപ്പുന്നു സമ്മോദ എന്നാണ് അവിടെ. സമ്മോദ എന്നാണ് കേട്ടോ. സമ്മോദ സന്നിധിയിൽ. അവിടെ സന്നിധിയിൽ എന്നുള്ളത് സന്നിധിയിൽ എന്ന് വരും. സന്നിധിയിൽ. ഇനി അടുത്ത വരി. മതജാതി വർണ്ണങ്ങൾ, മതജാതി എന്നാണ് എടുക്കുന്നത് കേട്ടോ. മതജാതി വർണ്ണങ്ങൾ എല്ലാം. അവിടെ എല്ലാം എന്നുള്ളത് എല്ലാം എന്ന് പാടുന്നുണ്ട്. മതജാതി ഒന്നുകൂടെ നോക്കിക്കേ. മതജാതി വർണ്ണങ്ങൾ, വർണ്ണങ്ങൾ എന്നുള്ളത് വർണ്ണങ്ങൾ എന്നാണ്. മതജാതി വർണ്ണങ്ങൾ എല്ലാം എല്ലാം മറന്നേക എല്ലാം മറന്നേക മനസായി നമിക്കുന്നു. അവിടെ എല്ലാം മറന്നേക മനസായി. കണ്ടോ? അവിടെ അങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ. മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക മനസായി നമിക്കുന്നു എന്നാണ്. മനസായി നമിക്കുന്നു ജാതാന്തരം. ജാതാന്തരം. ക്ലിയറായോ? മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക മനസായി നമി
വയ്ക്കുന്നു ജാതാന്തരം. ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ട് ഞാൻ ആദ്യം പാടി തന്നിട്ടുണ്ടായിരുന്നു. അതുകൂടെ നിങ്ങൾ പാടി പഠിക്കണം കേട്ടോ. പിന്നെ സ്കൂൾ ടീച്ചേഴ്സ് കാണുകയാണെങ്കിൽ ഈ പാട്ട് നിങ്ങളുടെ കുട്ടികളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തേക്കും കേട്ടോ. ഈ ഒരു പ്രാർത്ഥനാ ഗാനം അവർ പഠിച്ചിട്ട് വരട്ടെ സ്കൂൾ തുറക്കുമ്പോഴേക്കും. അപ്പം നല്ല ഭംഗിയായിട്ട് അവർ പഠിച്ചു വരും കേട്ടോ. അപ്പോൾ ശരി, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ കമൻസ് താഴെ കൊടുക്കണം, ഞാനത് വായിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് പാട്ടുകൾ എന്നോട് പറയുന്നുണ്ട്, ഓരോ പാട്ടുകളായിട്ട് ഞാൻ ഉൾപ്പെടുത്താൻ നോക്കുന്നുണ്ട് ഓരോ വീഡിയോയിൽ. അപ്പം ഇനിയും നിങ്ങളുടെ കമൻറ്റ് താഴെ ഞാൻ നോക്കുന്നതായിരിക്കും. പിന്നെ ഒന്ന് ഷെയർ ചെയ്തേക്കുക കേട്ടോ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം നോക്കാം. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും നിന്റെ പ്രിയ മക്കളാം ഞങ്ങളെല്ലാവരും. അങ്ങനെയാണ് വരുന്നത് അടുത്ത വരി. നോക്കൂ, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എന്നാണ് വരുന്നത്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എന്നുള്ളത് എടുക്കുന്നത് ക്രിസ്ത്യാനിയും എന്നാണ്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും, കണ്ടോ, ക്രിസ്ത്യാനിയും. പിന്നെ നിന്റെ പ്രിയ മക്കളാം ഞങ്ങൾ, അങ്ങനെ പ്രിയ മക്കളാം ഞങ്ങളെല്ലാവരും. അവിടെ വരുന്നത് നിന്റെ പ്രിയ മക്കളാം ഞങ്ങൾ എന്നാണ് എടുക്കുന്നത് കേട്ടോ. പ്രിയ മക്കളാം ഞങ്ങളെല്ലാവരും എന്നാണ് അവിടെ കൊണ്ടുവരേണ്ടത്. ഒന്നുകൂടെ നോക്കിക്കേ. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും, പിന്നെ അടുത്ത വരെ നിന്റെ പ്രിയ മക്കളാം ഞങ്ങളെല്ലാവരും. കിട്ടിയോ അത് പാടാന്? ഇനി അടുത്ത വരെ നോക്കിക്കേ. തോളോട് തോൾ ചേർന്നു സൗഹാർദ്രമായി മാറി മുന്നേറുവാൻ വരം നൽകണമേ എന്നാണ് വരുന്നത്. അവിടെ നോക്കിക്കേ, തോളോട് തോൾ ചേർന്നു എന്നാണ്. തോളോട് കുറച്ച് ഹൈയിലേക്ക് പോകുന്നുണ്ട്, നമ്മൾ കുറച്ച് ഹൈ പിച്ചിലേക്ക് കയറുന്നുണ്ട്. തോളോട് തോൾ ചേർന്നു, തോളോട് തോൾ ചേർന്നു സൗഹാർദ്ര എന്ന് കൊണ്ടുവരണം. ആ ഒരു ഫ്ലോയില് മുകളിലേക്ക് കൊണ്ടുവരണം നമ്മൾ. സൗഹാർദ്രമായി മാറി, സൗഹാർദ്രമായി മാറി. ക്ലിയർ ആയോ? രണ്ടുപേരും ഒന്നുകൂടെ പാടിക്കേ. തോളോട് തോൾ ചേർന്നു സൗഹാർദ്രമായി മാറി. പിന്നെ മുന്നേറുവാൻ വരം എന്നാണ്. മുന്നേറുവാൻ വരം നൽകണമേ, നൽകണമേ. മനസ്സിലായോ? തോളോട് തോൾ ചേർന്നു സൗഹാർദ്രമായി മാറി മുന്നേറുവാൻ വരം നൽകണമേ. പിന്നെ മുന്നേറുവാൻ വരം നൽകണമേ, അത് താഴേക്കാണ് വരുന്നത്. മുന്നേറുവാൻ വരം നൽകണമേ.
ചൈതന്യമേ. ഇങ്ങനെയാണ് പാട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ മുന്നേറുവാൻ എന്നുള്ളത് മുകളിലും പിന്നത്തെ മുന്നേറുവാൻ എന്നുള്ളത് താഴെയാണ് വരുന്നത്. അത് പാടി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇനി ഈ ഗാനം മുഴുവനായിട്ട് നമുക്കൊന്ന് പാടാം കേട്ടോ. നോക്കൂ. ചൈതന്യമേ നിത്യ ചൈതന്യമേ കൈകൾ കൂപ്പുന്നു സമ്മോദ സന്നിധിയിൽ. മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക മനസ്സായി നമിക്കുന്നു ജാതാന്തരം. ചൈതന്യമേ നിത്യ ചൈതന്യമേ കൈകൾ കൂപ്പുന്നു സമ്മോദ സന്നിധിയിൽ. മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക മനസ്സായി നമിക്കുന്നു ജാതാന്തരം. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും നിന്റെ പ്രിയമക്കളാം ഞങ്ങളെല്ലാവരും. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും നിന്റെ പ്രിയമക്കളാം ഞങ്ങളെല്ലാവരും. തോളോടു തോൾ ചേർന്നു സൗഹാർദ്ദമായി മാറി മുന്നേറുവാൻ വരം നൽകേണമേ. തോളോടു തോൾ ചേർന്നു സൗഹാർദ്ദമായി മാറി മുന്നേറുവാൻ വരം നൽകേണമേ. മുന്നേറുവാൻ വരം നൽകേണമേ. ചൈതന്യമേ നിത്യ ചൈതന്യമേ കൈകൾ കൂപ്പുന്നു സമ്മോദ സന്നിധിയിൽ. മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക മനസ്സായി നമിക്കുന്നു ജാതാന്തരം. ഈ ഗാനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രാർത്ഥനാ ഗാനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്തത്. ഇതാരാ എഴുതിയത് എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എനിക്കിത് സോഷ്യൽ മീഡിയ വഴി കിട്ടിയൊരു പാട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരാമെന്ന്. ഓക്കെ, അപ്പോൾ ആരാ എഴുതിയത് എന്ന് അറിയുന്നവർ ഒന്ന് ഇതിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ആരാ എഴുതിയത്, ഇതിന് ട്യൂൺ ചെയ്തത് ആരാന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പോൾ അത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഈ ഒരു പ്രാർത്ഥനാ ഗാനം നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പാടുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.